ഇന്ന് നമുക്കേ ഒരു നാടൻ കറി അങ്ങ് വെച്ചാലോ? പടവലങ്ങയും മാങ്ങയും ഉണക്കച്ചെമ്മീനും കൂടെ ഒരു ചാറ്. എല്ലാവരും ഉണ്ടാക്കുന്ന ഇന്നിപ്പോ ഞാൻ ഉണ്ടാക്കുമ്പോ നിങ്ങളെ ഞാൻ കാണിച്ചു തരുവാണ്. എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. വായോ. ഇതാ ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു കഷ്ണം മതി. ഇനിയിപ്പം ഒരു കഷ്ണം മാങ്ങയും മതി. ഒരുപാട് പുളി വേണ്ട കേട്ടോ. ഓവർ പുളി ആയാൽ കൊള്ളത്തില്ല. അപ്പൊ അതാ ഒരു കഷ്ണം പടവലങ്ങ നമുക്കങ്ങ് ഇത്രയും മതി. നമുക്കിനി ഇതേ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു കഷ്ണം മാങ്ങ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഒരിച്ചിരി സ്കിന്ന് കളഞ്ഞായിരുന്നു കേട്ടോ. അതും ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു പുളപ്പ് മതി. നല്ല പുളിയുള്ള മാങ്ങ. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കീറിയിടാം. ഒരു കഷ്ണം മാങ്ങയും കൂടെ എടുക്കാം കേട്ടോ. അധികം പുളിയില്ല മാങ്ങയ്ക്ക്. പടവലങ്ങ മാങ്ങ ചെമ്മീൻ കറിക്ക് പടവലങ്ങയും മാങ്ങയും പച്ചമുളകും മുറിച്ച് വെച്ചു. ഇനി വേണ്ടുന്നത് ചെമ്മീന് വറുത്ത് അതിന്റെ കൊമ്പും മുള്ളും ഒക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ വേണം. ഒരു അരപ്പ് വേണമല്ലോ. തേങ്ങ, ചെറിയുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണേ. ചിലവരൊക്കെ ഒരു കഷ്ണം വെളുത്തുള്ളി ചേർക്കും. നമ്മളിപ്പോ ചേർക്കുന്നില്ല കേട്ടോ. ഇത് മതി. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് നല്ല പോലെ അരയണേ. പിന്നെ ഒരു കടുക് കുറയും കൂടെയൊക്കെ ഉള്ളൂ. വേഗം പണി തീരും. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. എന്തായാലും എന്താ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളൊക്കെ ഇട്ടു കൊടുത്തോ. കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ്, വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് വെള്ളം കൂടെ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. സ്റ്റൗവൊക്കെ കത്തിച്ച് മൂടി വെച്ചേക്കാവേ. ഇനി ഇത് നന്നായിട്ട് വേകട്ടെ. ആ സമയത്ത് അരപ്പുണ്ടല്ലോ, തേങ്ങ ഒന്ന് അരക്കണ്ടേ. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളി തേങ്ങയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തുണ്ട്. ഇനി നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കിട്ടെ ചെമ്മീൻ ഇട്ട് കൊടുക്കണ്ടേ. ഇതാ തിളച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുത്തു കേട്ടോ. ചെമ്മീനും ഒരു വേവുണ്ടല്ലോ. ഇനി ഇതും കൂടെ ഒന്ന് നല്ലപോലെ വെന്തോട്ടെ. നമ്മുടെ കറിയുടെ അരപ്പൊക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ മൂടി വെക്കണം, വേഗട്ടെ. നമ്മുടെ പടവലങ്ങയും മാങ്ങയും ചെമ്മീനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാവേ. ഓക്കെ, ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഒരു പിഞ്ചുപ്പും കൂടെ വേണേ. നമ്മുടെ കറിയൊക്കെ തിളച്ചു വരുന്നുണ്ട് കേട്ടോ. സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഇനി നമുക്കൊരു വറവിടിയിൽ മാത്രമേ ഉള്ളൂ. ഒരു പാൻ അടുപ്പ് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് പൊട്ടി കഴിയുമ്പോൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്ത് തുടങ്ങുമ്പോൾ വറ്റൽമുളകും കറിവേപ്പില വറവ് നമ്മുടെ കറിയിലേക്ക് ചേർത്തേക്കാം. അങ്ങനെ നമ്മുടെ പടവലങ്ങയും മാങ്ങയും ചെമ്മീനും കൂടെ ഉള്ള ഒരു ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലവരൊക്കെ ഓർക്കുന്നുണ്ടാവുക ഇതൊക്കെ നമ്മൾ വെക്കുന്നതാ, എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഉണ്ടാക്കാത്തവരുണ്ടെന്നേ. അപ്പൊ അങ്ങനെയുള്ളവരൊന്നും ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പൊ ഞാൻ ഉണ്ടാക്കിയപ്പോ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതാണ്. എല്ലാവരും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. സൂപ്പർ കറിയാ. ചോറുണ്ണാൻ ഇത് മാത്രം മതി കേട്ടോ. അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.